നമസ്കാരം. തായ്ലൻഡിൽ പുതുചരിത്രം. സ്വവർഗ വിവാഹത്തിന് അനുമതി. നിയമം പ്രാബല്യത്തിൽ വന്നു. സ്വവർഗ വിവാഹ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നിയമപരമായി നിരവധി സ്വവർഗ ദമ്പതികൾ വിവാഹിതരായി. തായ് അഭിനേതാക്കൾ അടക്കം രജിസ്ട്രി ഓഫീസിൽ വിവാഹിതരാകുന്ന കാഴ്ചയാണ് തായ്ലൻഡിൽ നിന്നും കണ്ടത്. വിവാഹ സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു. ദശകങ്ങളോളം ഞങ്ങൾ പോരാടി. ഇന്ന് ശ്രദ്ധേയമായ ദിവസമാണ് എന്നാണ് തായ് അഭിനേതാക്കൾ വിവാഹത്തിന് ശേഷം വ്യക്തമാക്കിയത്. ഇതോടെ തായ്വാനും നേപ്പാളിനും ശേഷം സ്വവർഗ വിവാഹം അംഗീകരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായി തായ്ലൻഡ് മാറിയിരിക്കുകയാണ്. പുരുഷന്മാർ, സ്ത്രീകൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ എന്നതിനു പകരം ലിംഗനിഷ്പക്ഷ പദങ്ങളാണ് ഇനി ഉപയോഗിക്കുക. കൂടാതെ ട്രാൻസ്ജെൻഡറുകൾക്ക് വിവാഹം കഴിക്കാനും നിയമം അനുവദിക്കുന്നു. എല്ലാ വിവാഹിതരായ ദമ്പതികൾക്കും ദത്തെടുക്കലിനും അനന്തരാവകാശവും ഉണ്ടാകും എന്നും നിയമപ്രകാരം ലെസ്ബിയൻ ദമ്പതികളായ സുമലി സുർസനൈറ്റ്, തനഫോൺ ചോവോങ്സുങ് എന്നിവരാണ് ആദ്യമായി തായ്ലൻഡിൽ വിവാഹിതരായത്. പരമ്പരാഗത വിവാഹ വസ്ത്രങ്ങൾ ധരിച്ച നിരവധി ദമ്പതികൾ ബാങ്കോക്ക് പ്രൈഡ് സംഘടിപ്പിച്ച LGBTIQ സമൂഹ വിവാഹത്തിനെത്തി. കഴിഞ്ഞ ജൂണിൽ നടന്ന ചരിത്രപരമായ പാർലമെന്റ് വോട്ടെടുപ്പിലാണ് സ്വവർഗ വിവാഹ ബിൽ പാസ്സായത്. ഈ നിയമം സെപ്റ്റംബറിൽ രാജാവ് അംഗീകരിക്കുകയും 120 ദിവസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരികയും ചെയ്തിരിക്കുകയാണ്.